നമസ്കാരം. തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട്, തോൽവികളെ അതിജീവിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും സംഭവിക്കും. തെറ്റുകൾ തിരുത്തുക തന്നെ ചെയ്യും, തോൽവികളെ അതിജീവിക്കുക തന്നെ ചെയ്യും. ഇനി വാർത്തയിലേക്ക്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് LDFനെ സംബന്ധിച്ച് വലിയ കനത്ത ഒരു പരാജയം തന്നെയായിരുന്നു. 2019 സംഭവിച്ചതുപോലെ തന്നെ ഒരു സീറ്റ് മാത്രമാണ് LDFന് ഇക്കുറിയും ലഭിച്ചത്. ഒന്നിൽ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിരാശ പടർത്തിക്കൊണ്ട് ഒരു സീറ്റിലേക്ക് ഒതുങ്ങുകയായിരുന്നു. ആലത്തൂർ MP രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അവിടുത്തെ നിയുക്ത MP ആയി K രാധാകൃഷ്ണൻ ജയിച്ചു കയറിയത്. ആറ്റിങ്ങലിൽ ഒരു സീറ്റ് കിട്ടുമെന്ന് വലിയ രീതിയിൽ LDFന്റെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. ജോയ് അവസാന ഘട്ടം വരെ അടൂർ പ്രകാശിനെ വെള്ളം കുടിപ്പിച്ചെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിൽ അവിടെ UDFന് സീറ്റ് കിട്ടുന്ന സാഹചര്യവും ഉണ്ടായി. പിന്നീട് നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളായിരുന്നു. കോലൂബി സഖ്യം കൈകോർത്ത്, വലതുപക്ഷ മാധ്യമങ്ങൾ കൈകോർത്ത് ഇടതുപക്ഷത്തെ തുടച്ചു നീക്കാൻ ഒരു ക്ലീൻ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു. ഫേക്ക് ഐഡികളിൽ നിന്നൊക്കെ കോപ്പി പേസ്റ്റ് ചില സൈബർ ആക്രമണം നടത്താൻ പാകത്തിനുള്ള ചില ഡയലോഗുകളുമായി, ചില കമൻറ്റുകളുമായി പലരും പല വഴിയും കടന്നുപോയി. തോൽവിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിൻ്റെ അടുത്തും മുഖ്യമന്ത്രിയുടെ അടുത്തും പല നേതാക്കളുടെ അടുത്തും പലവട്ടം ആവർത്തിച്ച് ചോദിച്ചപ്പോഴും പലവട്ടം ഒരേ സ്വരത്തിൽ തന്നെ എല്ലാവരും പറഞ്ഞത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുക തന്നെ ചെയ്യും എന്നാണ്. നിങ്ങളുടെ നിലപാടിനെ സ്വീകരിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തേണ്ടുന്ന കാര്യങ്ങളെല്ലാം തിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അഭിമാനമായിട്ടുള്ള കാര്യം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടും വീണ്ടും വീണ്ടും അവർ അതേ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടി? ഈ പരാജയത്തിൽ നേതാക്കൾ ഒരു രീതിയിലുള്ള പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ നമുക്കൊന്ന് ആദ്യം കാണാം. കേരളത്തിൽ LDFന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. 2019 ഏറെക്കുറെ സമാനമായ ഫലമാണ് ഉണ്ടായത്. ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കും. പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കും. സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കും. കണ്ടല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളാണിത്. തെറ്റുകൾ തിരുത്തി തന്നെയാണ് ഈ പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ മുമ്പിൽ അതൊക്കെ തെളിയിക്കുന്ന, അതൊക്കെ കാണിച്ചു തരുന്ന ഒട്ടനവധി സംഭവങ്ങൾ, ഇലക്ഷനുകൾ മുമ്പിലുണ്ടല്ലോ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ നമുക്കെടുക്കാം. ഒരു സീറ്റ് മാത്രമാണ് LDFന് ലഭിച്ചത്. പിന്നീട് എന്ത് സംഭവിച്ചു? തെറ്റുകൾ തിരുത്തി, എന്തൊക്കെ തിരുത്തലുകൾ നടത്തണം, എന്തൊക്കെ സ്വീകരിക്കണം, എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ചൊക്കെ അറിയാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനും സംഘവും ഒക്കെ വേണ്ട ആവശ്യമായ തിരുത്തലുകൾ നടത്തിയതിൻ്റെ ഭാഗമായി 2021 നിയമസഭാ ഇലക്ഷനിൽ 99 സീറ്റുകൾ പിടിച്ചുകൊണ്ട് UDFനെ നിലം പരിശാക്കിക്കൊണ്ടാണ് മറുപടി കൊടുത്തത് LDF. 2019 ഞങ്ങൾക്കിതാ വലിയ വിജയം കിട്ടിയേ എന്ന് വിളിച്ചുകൂവി നടന്ന UDFൻ്റെ അഹങ്കാരത്തെ, അഹന്തയെ, ധാർഷ്ട്യത്തെ ഒക്കെ മലർത്തിയടിച്ചുകൊണ്ട് 2021 പിണറായി വിജയൻ സർക്കാർ തന്നെ തുടർഭരണത്തിൽ വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ വിധിയെഴുതിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തെറ്റുകൾ തിരുത്താൻ ഈ പാർട്ടിക്ക് കഴിയും എന്ന ഈ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലൊരു പരാജയം നടന്നപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറയുന്നത് BJPക്കെതിരെ രാജ്യമെമ്പാടും വോട്ട് ചെയ്ത സമ്മതിദായകരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നാണ്. ഒരു വർഗീയ ശക്തികളുമായി ഞങ്ങൾ കൂട്ടുപിടിക്കില്ല, ഒരു വിജയത്തിനാണെങ്കിൽ പോലും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒരു BJP വർഗീയ ഏതെങ്കിലും അല്ലെങ്കിൽ വർഗീയവാദികളുടെ, വർഗീയ പാർട്ടികളുടെ ഒന്നും വോട്ട് LDFന് വേണ്ട എന്ന് ഈ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരക്കാരുമായൊന്നും ഈ ഇലക്ഷനിൽ ഒരു കൂട്ടുകൂടാനോ അല്ലെങ്കിൽ വോട്ട് ചോദിച്ചോ പോയിട്ടില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. എന്നാൽ ഒന്നും ആലോചിച്ച് നോക്കൂ. ഇലക്ഷന് മുമ്പ് SDPIയുടെ അഷ്റഫ് മൗലവി പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ഇത്തവണത്തെ പിന്തുണ UDFനാണെന്ന് പറയുന്നു. K മുരളീധരൻ, അതുപോലെ തന്നെ K സുധാകരൻ,
ഇവരൊക്കെ എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് ആ വോട്ട് വേണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് പറഞ്ഞത് LDF മാത്രമാണ്. അത് നിലപാടാണ്. ഇന്നതാ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറയുന്നു, എനിക്കും SDP വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, UDF ഈ 2024 ഇലക്ഷനിൽ വലിയൊരു നേട്ടം തന്നെയാണ് കൈവരിക്കാൻ കഴിഞ്ഞത്. അതായത് 18 സീറ്റും UDF പിടിച്ചടക്കുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ടൊന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? ഈ വിജയത്തിലൊന്ന് പൊട്ടി ചിരിക്കാൻ അവർക്കൊന്ന് കഴിയുന്നുണ്ടോ? അവർക്കൊന്ന് ആഘോഷിക്കാൻ, മനസ്സ് തുറന്ന് ആഘോഷിക്കാൻ കഴിയുന്നുണ്ടോ? തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ കഴിയാതെ തലകുനിച്ച് നിൽക്കുകയാണ് UDF. തൃശ്ശൂരിൽ BJP ലോകസഭയിൽ ആദ്യമായി ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്നു സുരേഷ് ഗോപിയിലൂടെ. അതിന് കാരണക്കാരായത് കോൺഗ്രസ് ആണെന്ന് അവർക്ക് നന്നായി അറിയാം. K മുരളീധരനെ അങ്ങ് നൈസായിട്ട് അങ്ങ് തോപ്പിച്ചു കൊടുത്തു. എന്നിട്ട് BJPക്ക് നല്ലൊരു പാലമിട്ട് കൊടുത്തു അങ്ങ് ലോകസഭയിലേക്ക്. എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കോൺഗ്രസിനെ തൃശ്ശൂരിൽ അങ്ങ് അടിച്ചമർത്തിയിട്ടിരിക്കുകയാണ്. ഒരു രീതിയിലുള്ള പരിപാടികളും നടത്തുന്നില്ല. ജോഡോ യാത്രയ്ക്കൊക്കെ ഏറ്റവും മോശം സ്വീകരണം കൊടുത്തത് തൃശ്ശൂരിലാണ്. അങ്ങനെ തുടങ്ങി തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ പാർട്ടി വളർന്നത്, അതായത് കോൺഗ്രസ് പാർട്ടി വളരുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയിലുള്ള ഒരു നീക്കങ്ങളും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അനിലക്കരെയും TN പ്രതാപനെയും ഒക്കെ DCC അവിടുത്തെ പ്രസിഡന്റിനെയും ഒക്കെ വലിച്ചൊട്ടിച്ചുകൊണ്ട് തുറന്നടിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് വലിയ സാധ്യത സുരേഷ് ഗോപിക്ക് അവിടെ ഉണ്ട് എന്ന് തുടക്കം മുതൽ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സാധ്യതയുള്ളപ്പോൾ ആ സാധ്യത ഇല്ലാതാക്കേണ്ട കോൺഗ്രസ് സാധ്യത കൂട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിന്റെ വലിയൊരു വോട്ട് ഒഴുകിയിരിക്കുകയാണ് സുരേഷ് ഗോപിയിലേക്ക്, BJPയിലേക്ക്. ഞാൻ 1ാം സ്ഥാനത്തുണ്ടാകും, 2ഉം 3ഉം സ്ഥാനത്തിന് വേണ്ടി മാത്രം മത്സരിച്ചാൽ മതിയെന്ന് മുരളീധരൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. ആ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. അതിദാരുണമായ അതിദയനീയമായ ഒരു പരാജയമാണ് K മുരളീധരൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്. മുരളിക്ക് തന്നെ നന്നായിട്ടറിയാം കോൺഗ്രസ്സുകാർ പാലം വലിച്ചതാണെന്ന്. TN പ്രതാപനായിരുന്നു അവിടുത്തെ സിറ്റിംഗ് MP എന്ന് എല്ലാവർക്കും അറിയാം. അവസാനം സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപനെ മാറ്റിയാണ് K മുരളീധരൻ അവിടെ കൊണ്ടുപോയി ഇറക്കിയത്. TN പ്രതാപന് മത്സരിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനുവേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു, പ്രചാരണം വരെ ആരംഭിച്ചിരുന്നു. പെട്ടെന്ന് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ അവിടെ TN പ്രതാപ പക്ഷം K മുരളീധരനെ നൈസായിട്ട് അങ്ങ് പിന്നിൽ നിന്ന് കുത്തി. അത് നന്നായി കൊള്ളുക തന്നെ ചെയ്തു. അവിടെ സുരേഷ് ഗോപിയുടെ BJP ഫാക്ടറുകളൊക്കെ കൂടി അങ്ങ് ഒത്തുവന്നപ്പോൾ അവിടെ BJPക്ക് അക്കൗണ്ട് തുറക്കാനും കഴിഞ്ഞു. പത്മജ വേണുഗോപാൽ എന്താണ് പറഞ്ഞത്? ഇവിടെ ഇക്കുറി BJP അക്കൗണ്ട് തുറക്കും, എനിക്കറിയാം ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ എന്നാണ് പറഞ്ഞത്. പത്മജ വേണുഗോപാൽ പറഞ്ഞത് എത്ര സത്യമാണ്! അതല്ല ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ VS സുനിൽകുമാർ രണ്ടാമതാണ് വന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടത്തിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ സതീഷിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവിടെ CPMന് ഈ പറയുന്നത് പോലെ അബദ്ധം പറ്റി, CPM ആണ് BJPയെ സഹായിച്ചതെന്ന് പച്ചക്കള്ളമാണ് പടച്ചുവിടുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി 2ാം സ്ഥാനത്താണ് അവിടെ VS സുനിൽകുമാർ. ആ മണ്ഡലം കോൺഗ്രസിന്റെ മണ്ഡലമാണ്. അവിടുത്തെ സിറ്റിംഗ് MP TN പ്രതാപനായിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു. എന്നിട്ട് ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവുകയാണ്. അല്ലെങ്കിൽ പച്ചക്കള്ളം പറയാനും ലൈവായിട്ട് നുണ പറയാനും ഒന്നും മടിയില്ലാത്ത ഒരാളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെന്ന് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും പല വാർത്താ സമ്മേളനങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ട് അവസാനം മാധ്യമങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ വർഗീയ ശക്തികൾക്കെതിരാണ്, സംഘപരിവാരങ്ങൾക്കെതിരാണ് എന്നൊക്കെ നിങ്ങൾ തള്ളി മറയ്ക്കുന്നത് കാണുമ്പോഴാണ് സത്യത്തിൽ ചിരി വന്നു പോകുന്നത്. എന്തായാലും LDFനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞു. പല സ്ഥലങ്ങളിലുമൊക്കെ ഈ പറയുന്നത് പോലെ BJPയുമായിട്ടുള്ള കൂട്ടുകച്ചവടമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പല പഞ്ചായത്തുകളും നിങ്ങളെ സംബന്ധിച്ച് UDFും BJPയും ഒക്കെ ഒരുമിച്ച് ഭരിക്കുന്ന പല പഞ്ചായത്തുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഈ ഒക്കച്ചങ്ങായി കളിയൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നും അല്ല എന്നറിയാം. എന്തായാലും LDF അതിദാരുണമായ ഒരു പരാജയം ഇവിടെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ പരാജയത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും ഈ പാർട്ടി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ പ്രവർത്തകരുടെയൊക്കെ മനോവീര്യം അങ്ങ് തകർന്നു പോകും, പ്രവർത്തകർക്ക് ഇതോടുകൂടി തന്നെ LDF വിട്ടുപോകും എന്നൊക്കെയാണ് കോലീബി സഖ്യം വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇത് പാർട്ടി വേറെയാണെന്നൊന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പരാജയം സംഭവിച്ചാൽ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി വിട്ട് മറുകണ്ഠം ചാടുന്ന ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല, ഈ കോൺഗ്രസ് ചെയ്യുന്നത് BJPയിലേക്ക് ചാടി നേതാക്കൾ പോകുന്ന കാഴ്ച, അതുപോലെയൊക്കെ ഈ ചാടി എപ്പോഴും നിലവാരം മാറ്റിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളൊന്നുമല്ല ഈ പാർട്ടിയെ വിശ്വസിച്ച് ഈ പാർട്ടിക്കൊപ്പം കൊടി പിടിച്ച് നടക്കുന്നവരെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇതിനു മുമ്പും കൊടി പിടിച്ച് വോട്ട് പിടിക്കാനൊക്കെ നടന്നപ്പോൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 10 മടങ്ങ് ശക്തിയോടെ വിജയങ്ങൾ കൈയടക്കി ഈ പാർട്ടി തിരിച്ചു വന്ന ചരിത്രവുമുണ്ട് എന്ന് നന്നായി കോൺഗ്രസിന് അറിയാൻ പറ്റും. വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഈ തെറ്റുകളൊക്കെ തിരുത്തി തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ 100 സീറ്റും കടന്ന് LDF പോയാലും അതിശയിക്കാനില്ല. കാരണം അതിനുള്ളൊരു കരുത്ത് ഈ പാർട്ടിക്കുണ്ട്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ LDFന് വേണ്ടി സംസാരിച്ച, LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ച, LDFന്റെ വിജയത്തിന് വേണ്ടി സംസാരിച്ച ആളുകളെയൊക്കെ
വല്ലാത്ത രീതിയിൽ അത്തരം മാധ്യമപ്രവർത്തകരൊക്കെ വലിച്ചു കയറുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എനിക്കും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ എനിക്കെതിരെയൊക്കെ നടക്കുന്നുണ്ട്. പല പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മുടെ ഫോട്ടോയൊക്കെ കൊണ്ടുവന്നിട്ട് വല്ലാത്ത രീതിയിലുള്ള അറ്റാക്കൊക്കെ നടത്തുന്ന കാഴ്ചയൊക്കെ ഞാൻ കണ്ടു. ഒരു വിഷമവുമില്ല കേട്ടോ, തുറന്നു പറയാം. വളരെ സന്തോഷത്തോടെ ഒരു കാര്യം പറയട്ടെ. സൂര്യന് നേരെ എന്തോരം വേണമെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അങ്ങ് വായ കഴിച്ച് കഴിയുമ്പോൾ അങ്ങ് പോവും. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോഴും സൂര്യൻ ജ്വലിച്ച് തന്നെ നിൽക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.